വെൽക്കം. നമ്മൾ ബില്യണേഴ്സിനെ കുറിച്ചുള്ള എന്താണ് പ്രത്യേകിച്ച് റിയൽ എസ്റ്റേറ്റ് ബില്യണേഴ്സിനെ കുറിച്ചുള്ള ഒരു മോട്ടിവേഷൻ നിങ്ങൾക്കെല്ലാം കിട്ടാൻ വേണ്ടിയിട്ടാണ് ഈ ഒരു ഭാഗം എടുക്കുന്നത്. അതിനകത്ത് ഞാനിപ്പോൾ ഒരു എക്സാമ്പിളായിട്ട് എടുത്തിരിക്കുന്നത്, അതിനകത്ത് നന്മയും കാണാം തിന്മയും കാണാം. അതിനകത്ത് ജോസഫ് ലവ് ലൂൺ ഹുങ് എന്ന് പറയുന്ന അദ്ദേഹം ഹോങ്കോങ് ബേസ്ഡ് ഒരു റിയൽ എസ്റ്റേറ്റ് കിങ് ആണ്, വലിയ ബിസിനസ്മാനാണ്, വലിയ ഇൻവെസ്റ്ററാണ്. അപ്പോൾ ഇദ്ദേഹത്തെക്കുറിച്ച് നിങ്ങൾ ഇൻ്റർനെറ്റിൽ പോയി നോക്കുമ്പം ഇതിപ്പോൾ ഞാൻ പറഞ്ഞ നല്ല സൈഡാണ്, പക്ഷേ ഒരു മോശം സൈഡ് കാണുന്നുണ്ട്. നിങ്ങൾ കാണുന്നതെന്ന് പറഞ്ഞാൽ അദ്ദേഹം ഒരു കൺവിക്റ്റഡ് പേഴ്സണാണ്. എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അദ്ദേഹം ഒരു മക്കാവുവിൽ വലിയ ഒരു ഡീല് നടത്തി അവിടെ ഒരു വലിയ ഒരു വലിയ ഫ്ലാറ്റ് ഹോട്ടൽ ഗ്രൂപ്പ് തുടങ്ങാനായിട്ട് വന്നപ്പോൾ പബ്ലിക് ഓഫീഷ്യൽസിന് അദ്ദേഹം കൈക്കൂലി കൊടുത്തു എന്ന കുറ്റത്തിൽ കോടതി അദ്ദേഹത്തെ 5 വർഷത്തേക്ക് ജയിൽ ശിക്ഷ വിധിച്ചു. ഓക്കെ, അപ്പോൾ അങ്ങനെ അദ്ദേഹം ഒരുപാട് പ്രയാസം അനുഭവിക്കേണ്ടതുണ്ട്. പക്ഷേ അദ്ദേഹം പെട്ടെന്ന് ഹോങ്കോങ്ങിലേക്ക് കടന്നു. ഹോങ്കോങ്ങും അപ്പോൾ ഈ മക്കാവുവിനൊരു പ്രത്യേകത ഉണ്ട്. നിങ്ങൾ എത്ര പേര് മക്കാവുവിൽ പോയിട്ടുണ്ടെന്ന് എനിക്കറിയത്തില്ല. ഈ മക്കാവു എന്ന് പറയുന്നത് ചൈനയുടെ ഏറ്റവും താഴ്ഭാഗത്ത് സൗത്ത് ചൈന സീയിൽ നിങ്ങൾ ഗ്ലോബിൽ നോക്കിക്കഴിഞ്ഞാൽ മക്കാവു എന്നൊരു സ്ഥലം കാണാം. ഈ ലോകത്തിലെ ചൂതാട്ട ക്യാപിറ്റൽ എന്ന് പറയുമ്പം ലാസ് വെഗാസ് ആണ്. പെട്ടെന്ന് നവാഡ എന്ന അമേരിക്കയിലെ സ്റ്റേറ്റിൽ ലാസ് വെഗാസ് ആണ് ആദ്യം വരുന്നത്. പക്ഷേ ഈ അടുത്ത കാലങ്ങളിൽ നോക്കുമ്പോൾ ലാസ് വെഗാസിൻ്റെയും മുന്നിൽ പോകുന്ന, എനിക്ക് തോന്നുന്നത് ലാസ് വെഗാസ് $5.5 ബില്യൺ ആണ്. ആ സമയത്ത് മക്കാവു $6+ ബില്യൺ ആണ് ചൂതാട്ടങ്ങൾ. ഇപ്പോൾ ചൂതാട്ടം മാത്രമല്ല, ചൂതാട്ടത്തിന് വേണ്ടി മാത്രമല്ല, എൻ്റെ ജീവിതത്തിൽ ഞാൻ മറക്കാത്ത ഈ 2 സിറ്റിയും ഞാൻ നല്ലപോലെ കണ്ടിട്ടുള്ളതാണ്. അപ്പോൾ എന്നെ മറക്കാത്തൊരു ഓർമ്മ, ഞാൻ ലാസ് വെഗാസിൽ പോയി ഒരു ഇങ്ങനെ 5 സ്റ്റാർ ഹോട്ടലെന്നൊന്നും പറഞ്ഞാൽ ഇത് പെട്ടെന്ന് ആൾക്കാർക്ക് കിട്ടത്തില്ല, അത്രയും ഫെസിലിറ്റിയാണ്. അപ്പോൾ അത് കാസിനോയും 5 സ്റ്റാർ ഹോട്ടലും കൂടെ ഒന്നിച്ചാണ്. അപ്പം ഞാനും എൻ്റെ 1-2 പേരും കൂടെ ഉണ്ട്, നമ്മളെല്ലാം കണ്ടു നടന്ന് കാണുകയാണ്. അപ്പോൾ ഈ 10-30 വർഷമായിട്ട് ചീട്ട് കളിച്ചുകൊണ്ടിരിക്കുന്നവർ, അല്ലെങ്കിൽ ചീട്ട് കളിക്കുക, പിന്നെ അതുപോലെ തന്നെ ബാക്കിയുള്ള ചീട്ട് കളിയാണ് ഏറ്റവും കൂടുതൽ, ബാക്കി അങ്ങനത്തെ എല്ലാ കളികളും ഉണ്ട്, കാശ് വെച്ചുള്ളതാണ്, ഗ്യാംബ്ലിംഗ് ആണ്. അപ്പോൾ ഞാൻ അവിടെ ചെന്നപ്പോൾ ഒരു വല്യമ്മ, അപ്പോൾ അവർ ഓക്സിജൻ ട്യൂബ് വെച്ചിട്ട് ഇങ്ങനെ ഇവിടെ വെച്ചിട്ട് ഓക്സിജൻ ട്യൂബിലൂടെ അടുത്ത് ഇതിന് ഓക്സിജൻ കൊടുക്കുന്ന സാധനമുണ്ട്, അതും വെച്ചുകൊണ്ട് അവരിങ്ങനെ ഇരുന്ന് ചീട്ട് കളിച്ചുകൊണ്ടിരിക്കുക. ഓക്കെ, അത് കഴിഞ്ഞ് പിന്നെ ഇങ്ങനെ നോക്കിപ്പോയപ്പോഴത്തേക്കും തീരെ വയ്യാത്ത ആൾക്കാരും ഇങ്ങനെ പലരും വന്ന് നല്ല വെൽ ട്രസ്റ്റഡൊക്കെയാണ്, അവരെ സഹായിക്കാനായിട്ട് ഒക്കെ നിൽക്കുന്ന ആൾക്കാരെന്ന് പറഞ്ഞാൽ ഭയങ്കര ഇതിപ്പം ഞാൻ വാക്കാലൊന്നും പറഞ്ഞാൽ നിങ്ങൾക്ക് മനസ്സിലാകില്ല. അപ്പോൾ നിങ്ങൾക്കൊരു കാര്യം ചോദിച്ചാൽ ഇത് ശകലെങ്കിലും മനസ്സിലാകണമെന്നുണ്ടെങ്കിൽ ഈ ലാസ് വെഗാസിലെ ഗാംബ്ലിങ്ങിനെ കുറിച്ചുള്ള അതിലെ ഹോട്ടൽ, അപ്പോൾ അവിടെ ലാസ് വെഗാസിലെ ഹോട്ടൽ പാരീസ് അല്ലെങ്കിൽ വനേഷ്യ ഇങ്ങനെയൊക്കെ നിങ്ങൾ എടുത്തിട്ട് സർക്കസ് മെട്രോപൊളിറ്റൻ സർക്കസിലൊക്കെ ഞാൻ താമസിച്ചിട്ടുള്ള ഹോട്ടലാണ്. അപ്പോൾ ഇതിങ്ങനെ നിങ്ങൾക്ക് കാണുമ്പോഴത്തേക്ക് അതിനകം കാണുമ്പോഴത്തേക്ക് നമുക്ക് ഏതാണ്ട് ഒരു ചെറിയ വിഷ്വൽ പിക്ചറെങ്കിലും കിട്ടത്തുള്ളൂ. കാരണം നമ്മുടെ ഇന്ത്യയിൽ ഇത്രയും വലിയ സൗകര്യങ്ങൾ നമ്മൾ കണ്ടിട്ടില്ലാത്തതുകൊണ്ട് നമുക്കത് പെട്ടെന്ന് ഇത് ചെയ്യാൻ പറ്റത്തില്ല. അപ്പോൾ അത്രയും സൗകര്യങ്ങളുള്ളതാണ്. അപ്പോൾ അതുപോലത്തെ ഒരു വലിയ മുഖ്യമായ സ്ഥലമാണ് മക്കാവു. മക്കാവുവിൽ ഈ ഇദ്ദേഹത്തിൻ്റെ ആ ഒരു ചെറിയൊരു മോശമായിട്ട് ഉള്ള ഈ ലവ് ലൂങ് ഹുങ്ങിൻ്റെ ഒരു മോശമായിട്ടുള്ള ഒരു ഡീല് നടത്തിയപ്പോൾ തന്നെ ഒരു ഡീലിൻ്റെ അദ്ദേഹത്തെ ശിക്ഷിച്ച് കഴിഞ്ഞപ്പോൾ അദ്ദേഹം കാനഡയിൽ പഠിച്ചതുള്ളതാണ്, ചെറുപ്പത്തിൽ തന്നെ കാനഡയിൽ പോയി പഠിച്ചൊക്കെ വന്നതാണ്. അദ്ദേഹം പിന്നെ ഹോങ്കോങ്ങിലോട്ട് രക്ഷപ്പെട്ടു. ഹോങ്കോങ്ങുമായിട്ട് എക്സ്ട്രാഡിഷൻ ട്രീറ്റി ഇല്ലാത്തതുകൊണ്ട് അവിടെ തന്നെ കണ്ടിന്യൂ ചെയ്തു. അത് കഴിഞ്ഞ് അദ്ദേഹം പല ബിസിനസ്സിലേക്കും അദ്ദേഹം മാറുന്നുണ്ട്. പിന്നെ ഇദ്ദേഹത്തിൻ്റെ ഈ ബാക്കിയുള്ള പല നന്മയുള്ള കോടീശ്വരന്മാരെ കുറിച്ചും പറയുമ്പോൾ ഇവരെല്ലാം ഒരുപാട് അവരെക്കുറിച്ചെല്ലാം കേൾക്കുന്നത് ആ നന്മ ചെയ്തു, ഈ നന്മ ചെയ്തു. അപ്പോൾ ഇയാളുടെ ലവ് എന്ന് പറയുന്ന ലവ് ഫൗണ്ട് ചെയ്തേക്കുന്ന കമ്പനി പിന്നെ എന്താ വെച്ചാൽ വീണ്ടും സമ്പത്ത് ബില്യൺസ് ഇങ്ങനെ വാരിക്കൂട്ടിക്കൊണ്ടിരിക്കുകയാണ്. എൻ്റെ കൂടെ ഇയാളെക്കുറിച്ചുള്ള കൗതുകകരമായ ഇദ്ദേഹത്തിൻ്റെ വീണ്ടുമുള്ള കല്യാണം, അപ്പോൾ കുട്ടികൾ, പിന്നെ അത് കഴിഞ്ഞ് അവർക്കൊക്കെ വേണ്ടിയിട്ട് ഇദ്ദേഹം വാങ്ങിച്ചിട്ടുള്ള അവർക്ക് വേണ്ടിയിട്ട് ഇദ്ദേഹത്തിന് ഏതാണ്ട് 1000കണക്കിന് വൈൻ കളക്ഷൻ, വളരെ രസകരമായിരിക്കുന്നു. പിന്നെ ഡയമണ്ട്
വലിയ ഏറ്റവും വില കൂടിയ ഡയമണ്ട്സ് കളക്ഷൻ, ഇങ്ങനെയൊക്കെ അദ്ദേഹത്തിൻ്റെ ഹോബിയെക്കുറിച്ചൊക്കെ ഇങ്ങനെ പറഞ്ഞു കേൾക്കാറുണ്ട്. അപ്പം എന്തായാലും അദ്ദേഹത്തിൻ്റെ ആ ഒരു വിജയം, അല്ലെങ്കിൽ അപ്പം നല്ല സൈഡിൽ അദ്ദേഹം നന്നായിട്ട് ബിസിനസ് ചെയ്തു. പക്ഷേ എങ്കിൽ തന്നെയും ഇങ്ങനെയുള്ള പ്രശ്നങ്ങളൊക്കെ ഉണ്ട്. അതുകൊണ്ട് എല്ലാ രാജ്യത്തൊന്നും അദ്ദേഹത്തിന് പോകാൻ പറ്റുന്നില്ല. പക്ഷേ അത്രയും ഡെവലപ്പ് ചെയ്തത്, അത്രയും വലിയ രീതിയിൽ ഡെവലപ്പ് ചെയ്തൊരു വലിയ നന്മ തന്നെയാണ്. ഞാൻ ഈ സ്റ്റോറി സെലക്ട് ചെയ്യാനുള്ളൊരു റീസൺ എന്ന് വെച്ചാൽ, ഓഫ് കോഴ്സ് ഇദ്ദേഹം ഒരു വലിയ ബില്യനെയറാണ്. ഈ സ്റ്റോറി ഡെവലപ്പ് ചെയ്യാനായിട്ട് നിങ്ങൾ ചെയ്യുന്നതിനകത്ത് 1000 നന്മയുള്ള കാര്യങ്ങൾ ചെയ്താൽ അതിനകത്ത് ഒരെണ്ണം നമ്മൾ തിന്മയുള്ള കാര്യം ചെയ്താൽ മതി, നമ്മളുണ്ടാക്കിയ മുഴുവൻ കീർത്തിയും ഗുഡ് നെയിം അത് പോകും. അപ്പോൾ അതുകൊണ്ട് തന്നെ നമ്മുടെ കയ്യിലെ മിസ്റ്റേക്ക് അല്ലാത്ത ചിലപ്പം നമ്മുടെ ശ്രദ്ധക്കുറവ് കൊണ്ടൊക്കെ നമുക്ക് വേണേൽ പറ്റാം. അല്ല, അതൊക്കെ മനുഷ്യൻ മനസ്സിലാക്കും. എല്ലാവരും മനസ്സിലാക്കിയില്ലെങ്കിലും മനുഷ്യൻ മനസ്സിലാക്കും. അതുകൊണ്ട് കുഴപ്പമില്ല. ഓക്കെ. പക്ഷേ എങ്കിൽ പോലും നിങ്ങൾക്കൊരു കാര്യം എന്ന് വെച്ചാൽ, നന്മയുള്ളത് വെച്ച് കോടീശ്വരനാകാൻ ആഗ്രഹിക്കുന്നതിനകത്ത് ഒരു തെറ്റുമില്ല. നമുക്ക് ഈ വെൽത്തിൻ്റെ അർത്ഥം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, നിങ്ങളുടെ കയ്യിൽ 1,00,000 രൂപ എന്നുണ്ടെങ്കിൽ നമുക്ക് 2 മാസത്തേക്കോ 3 മാസത്തേക്കോ ഉള്ള അരി, ആഹാര സാധനങ്ങളെല്ലാം അത് വെച്ച് വാങ്ങിക്കാം. ഓക്കെ. അപ്പോൾ ഈ ഫ്യൂച്ചറിലേക്കുള്ള ലൈഫ് ആൻഡ് കംഫർട്ട് ആൻഡ് ഫെസിലിറ്റീസ് ഒരു പണത്തിൻ്റെ ഫോമിൽ, അപ്പം 1 കോടി സ്വത്തുണ്ടെന്ന് പറഞ്ഞാൽ അതിൻ്റെ അർത്ഥം ഇത്ര കാലത്തേക്ക് ജോലി ചെയ്തില്ലെങ്കിലും ഇയാൾക്ക് അതുകൊണ്ട് കഴിയാം എന്നുള്ളത് തന്നെയാണ് അതിനർത്ഥം. ഓക്കെ. അപ്പം നമുക്ക് എന്താണേലും നമുക്ക് കഴിയാൻ മാത്രമല്ല, നമ്മളെ ആശ്രയിച്ച് ജീവിക്കുന്നവർക്കും നമ്മുടെ വീട്ടുകാർക്ക്, അതുപോലെ തന്നെ സമൂഹത്തിൽ പല ആൾക്കാർ, ഇപ്പം ഞാൻ 100 പേർക്ക് ജോലി കൊടുക്കുന്നുണ്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആദ്യം സംബന്ധിച്ചിടത്തോളം അവർ അക്നോളജ് ചെയ്താലും ഇല്ലെങ്കിലും 100 ഫാമിലിക്ക് ജീവിക്കാനായിട്ട് സൗകര്യം ചെയ്ത് കൊടുക്കുന്നുണ്ട്. നമ്മളൊരു യാചകന് പൈസ കൊടുക്കുന്നതോ അല്ലെങ്കിൽ ചാരിറ്റി ചെയ്യുന്നതും ജോലി കൊടുക്കുന്നതായിട്ടുള്ള വ്യത്യാസം എന്താണെന്ന് വെച്ചാൽ, ചാരിറ്റി കൊടുക്കുമ്പോൾ ഈ കൊടുക്കുന്ന ആളിനൊരു സന്തോഷം, വാങ്ങുന്ന ആളിനൊരു എളുഫ്യതയുണ്ട്. അല്ലെങ്കിൽ അവർക്കൊരു ബുദ്ധിമുട്ടോടു കൂടിയാണ് ഇതിനെ ആശ്രയിക്കേണ്ടതായിട്ട് വന്നല്ലോ, കാരണം അവരൊന്നും ഇങ്ങോട്ട് തിരിച്ചു കൊടുക്കുന്നില്ല. നമ്മൾ ജോലി കൊടുക്കുമ്പോഴെന്ന് കഴിഞ്ഞാൽ പ്രൗഡായിട്ട് ഞാൻ കോൺട്രിബ്യൂട്ട് ചെയ്തു, ഞാൻ ചെയ്തത് കണ്ടോ എന്ന് പറഞ്ഞ് വളരെ പ്രൗഡായിട്ട്, അന്തസ്സായിട്ട്, മോട്ടിവേഷനോട് കൂടി നമുക്കൊരു സംഭവം ഇങ്ങോട്ട് തന്നിട്ട് ഒരു കാശ് വാങ്ങിക്കുന്നത്. അപ്പോൾ അത്രയും പേർക്ക് നമ്മൾ അവസരം കൊടുത്തു എന്ന് പറഞ്ഞാൽ അത് തന്നെ ഒരു വലിയ പുണ്യം. അപ്പം ഒരാൾക്ക് നമ്മൾ ശമ്പളം കൊടുക്കുന്നുണ്ടെങ്കിൽ 10 പേർക്ക് കഴിയാനുള്ള ചാരിറ്റി കൊടുക്കുന്നതിനെ കഴിഞ്ഞും വലുതാണ്. ഓക്കെ. അപ്പോൾ ഇവരൊക്കെ അങ്ങനെ ഒരുപാട് പേർക്ക്, ഇപ്പോൾ നമുക്ക് ഈ എക്സ്പ്ലോയിറ്റേഷൻ്റെ കണ്ണുകൾ കൊണ്ടോ അതിൻ്റെ ലാംഗ്വേജിലൊക്കെ കാണാം. പക്ഷേ അതല്ല, ഇവരെല്ലാം ഒത്തിരി പേർക്ക് ജോലി കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഈ ലോകത്തൊത്തിരി മാറ്റം വരുത്തണമെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഒരുപാട് പേർക്ക് ജോലി വരണം. ഇപ്പോൾ നമ്മുടെ രാജ്യം, നിങ്ങൾക്ക് ഈ ചൈനീസ് ഹിസ്റ്ററി വായിക്കുകയാണെങ്കിൽ, ചൈനയിലുണ്ടായിട്ടുള്ള കമ്മ്യൂണിസ്റ്റ് വിപ്ലവം, മാവോയുടെ ലോങ് മാർച്ച്, അതെല്ലാം ശേഷം കൾച്ചറൽ റവല്യൂഷൻ, ഇതെല്ലാം കഴിഞ്ഞിങ്ങോട്ട് വരുമ്പോഴത്തേക്ക്, കൾച്ചറൽ റവല്യൂഷൻ ആ സമയത്തൊക്കെ വരുമ്പോൾ ഞാൻ വളരെ കൗതുകത്തോടു കൂടി ചൈനീസ് ഹിസ്റ്ററി വായിച്ചു വിട്ടത് നിങ്ങളും വായിച്ചിട്ടുണ്ടാവും. ഈ ചൈനയോട് അത്രയും പൊരുതി എത്രയും വലിയൊരു ഹീറോ ആയ മാവോ തോറ്റുപോയത് കുരുവികളോടാണ്. ഓക്കെ. നിങ്ങൾ ഇൻ്റർനെറ്റിൽ സെർച്ച് ചെയ്ത് കുരുവികളോട്, അപ്പോൾ നിങ്ങൾ ചോദിക്കുക എന്താണ് കുരുവികളോടെന്ന്. മാവോ ചെയ്ത കുരുവിയുടെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, കുരുവികളാണ് കൃഷിനാശം ഉണ്ടാക്കുന്നത്, കുരുവിയെ മുഴുവനും കൊല്ലുക. കുരുവിയെ കൊല്ലാനായിട്ട് അദ്ദേഹം ഉത്തരവിട്ടു. അപ്പോൾ ഗ്രാമങ്ങളിലും എല്ലാ സ്ഥലത്തും എല്ലാം കൃഷിഭൂമിയിലെല്ലാം കുരുവിയെ കൊല്ലുക എന്നുള്ളൊരു യത്നം. പട്ടാളവും വന്നു, ജനവും വന്നു, എല്ലാവരും വന്നു, കുരുവികളെ എവിടെ കണ്ടാലും കൊല്ലാൻ തുടങ്ങി. പക്ഷേ ഈ കുരുവികൾ തിരിച്ചു കൊന്നത് ലക്ഷക്കണക്കിന് ആൾക്കാരെ. ബിലീവ് ഇറ്റ് ഓർ നോട്ട്. എന്തായിരിക്കും സംഭവിച്ചത്? നിങ്ങൾക്ക് അറിയാവുന്ന ആൾക്കാരെ ഓക്കെ, അറിയത്തില്ലാത്തവരൊന്ന് ഊഹിച്ചോ. എങ്ങനെയായിരിക്കും കുരുവികളിങ്ങനെ ലക്ഷക്കണക്കിന് ആൾക്കാരെ കൊന്നത്? ഒരു മിനിറ്റ് ഒന്ന് ചിന്തിച്ച് നോക്കുക. എന്നിട്ട് നിങ്ങൾ സെർച്ച് ചെയ്ത് നോക്കുക എങ്ങനെയാണ്. മറ്റൊന്നുമല്ല, ഈ കുരുവികൾ ഈ നെല്ലും മറ്റുമൊക്കെ വന്ന് തിന്നുമ്പോൾ അതോടൊപ്പം തന്നെ അതിൻ്റെ അകത്ത് വരുന്ന എല്ലാ ജീവികളെയും പിടിച്ച് തിന്നും, കീടങ്ങളെയൊക്കെ പിടിച്ച് തിന്നും. അപ്പോൾ ഈ കുരുവികളെല്ലാം ഇല്ലാതായി കഴിഞ്ഞപ്പോഴത്തേക്കും എല്ലാ കൃഷികളും ഈ കീടങ്ങളുടെ ആക്രമണത്തിൽ ഫെയിലായിപ്പോയിട്ട് ഫാമിൻ വന്നു. പട്ടിണി, ഭീകരമായ പട്ടിണി. ലക്ഷക്കണക്കിന് ആൾക്കാർ ആ പട്ടിണിയിൽ മരിച്ചു. ഹിസ്റ്ററിയാണ്, യു ക്യാൻ റീഡ് ഇറ്റ്. ഇനി എന്താണ് ഞാൻ കുരുവികളോടുള്ള പറഞ്ഞതിന് ഇടയ്ക്കോടെ ഒരു സംഭവം പറഞ്ഞു എന്നുള്ളതാണ്. കുരുവികളുടെ തോറ്റു എന്ന് പറയുന്നത്.
ഈ മാവോയുടെ ഈ ഭരണത്തിന് ശേഷം 80കളിൽ വന്ന മാവോയ്ക്ക് പകരം വന്ന ആൾ അദ്ദേഹമാണ് ഈ ഒരു മാറ്റമെല്ലാം കൊണ്ടുവന്ന് ക്യാപിറ്റൽ ഉണ്ടായെങ്കിൽ മാത്രമേ പ്രൈവറ്റ് പ്രോപ്പർട്ടി ഉണ്ടായാൽ മാത്രമേ ചൈന മാറുകയുള്ളൂ. അപ്പോൾ പിന്നെ അത് 90കളിലും 2000-ലും ഒക്കെ അങ്ങ് ഡെവലപ്പ് ചെയ്തു. അപ്പോൾ അത് പുതിയതായിട്ട് അങ്ങ് ഡെവലപ്പ് ചെയ്തപ്പോഴത്തേക്കും പെട്ടെന്ന് ചൈന ഡെവലപ്പ് ചെയ്തിട്ട് ഇപ്പോൾ അമേരിക്കയെ ഓവർടേക്ക് ചെയ്യുന്ന രീതിയിലേക്ക് ചൈന പോയത് ഇതിൽ നിന്നാണ്. അപ്പോൾ നമുക്കവിടെ മനസ്സിലാക്കാവുന്നൊരു സംഭവം എന്ന് പറഞ്ഞാൽ ചൈനയുടെ ഇന്നത്തെ ഡെവലപ്മെൻറ്റ്, ഞാൻ ചൈനീസ് ടൗണിൽ നിന്നിട്ട് ഞാനിങ്ങനെ എണ്ണിയിട്ടുണ്ട്. അപ്പോൾ പ്രത്യേകിച്ച് ഹോങ്കോങ്ങിൻ്റെ നെക്സ്റ്റ് അടുത്ത് കിടക്കുന്ന പ്രൊവിൻസിൽ ഞാൻ അവിടെയാണ് ഏറ്റവും കൂടുതൽ IT ഒക്കെ ഉള്ളത്. അപ്പം ഞാൻ അവിടെ ഒരിക്കലും ഇങ്ങനെ ഭയങ്കര റോഡെന്ന് പറഞ്ഞാൽ എനിക്ക് 10 ട്രാക്ക് റോഡ് മറ്റാണ്. ഞാൻ അവിടെ നിന്നിട്ട് ഇങ്ങനെ നോക്കുവാണ് വണ്ടികളിങ്ങനെ പോകുന്നത്. അപ്പോൾ അതിന് മുമ്പ് ഞാൻ LAയിൽ ലോസ് ആഞ്ചലസിൽ ഇങ്ങനെ പ്രധാന സ്ഥലത്ത് നിന്നിട്ട് ഇങ്ങനെ റോഡിൽ കൂടെ നോക്കും. അപ്പോൾ നോക്കുമ്പോഴത്തേക്ക് ഏറ്റവും കൂടുതൽ കാറുകൾ ജപ്പാനീസ് കാറുകളും പിന്നെ ഇടയ്ക്ക് ഹുണ്ടായി പോലുള്ള കാറുകളും, അതിനകത്ത് 1000 കാറ് പോകുന്നതിനകത്ത് ലക്ഷറി കാർ നമ്മളിന്ന് പറയുന്ന BMW, ബെൻസ്, ഔഡി, ഇല്ലെങ്കിൽ റോൾസ് ജോയ്സ് ഇങ്ങനെയൊക്കെ പോകുന്ന സംഭവങ്ങൾ എണ്ണത്തിൽ ഒരു 1000 എണ്ണം പോകുമ്പോൾ നമുക്ക് കഷ്ടിച്ചൊരു 150 എണ്ണം വരെ എണ്ണാൻ പറ്റും, അത്രേ പറ്റത്തുള്ളൂ. പക്ഷേ ഞാൻ ഈ ചൈനയിൽ നിന്നിട്ട് എണ്ണുമ്പോൾ ഔഡി, BMW, ബെൻസ്, പോർഷെ ഇങ്ങനെയുള്ള കാറുകൾ നമുക്ക് 1000 കാറുകൾ പോകുന്നതിനകത്ത് 600-ലധികം കാറുകൾ എണ്ണാൻ പറ്റും. എൻ്റെ ഒരു ഒബ്സർവേഷനിൽ ഞാൻ മറ്റൊരാൾ പറഞ്ഞതോ വായിച്ചതല്ല, ഞാൻ നേരിട്ട് എൻ്റെ ബോധ്യപ്പെട്ടതാണ്. അപ്പോൾ ചൈനീസ് ഹിസ്റ്ററി പണ്ട് മുതലേ പഠിച്ചിരിക്കുന്നത്, MA ക്കൊക്കെ പഠിക്കുമ്പോൾ ചൈനീസ് ഹിസ്റ്ററി പഠിക്കുമായിരുന്നു. ചൈനീസ് ഹിസ്റ്ററി പഠിച്ച എനിക്ക് ഞാൻ ഈ ചൈനയുടെ ഓരോ സ്ഥലത്തോടെയും പോകുമ്പോഴത്തേക്കും ഭയങ്കര കൗതുകത്തിലാണ് പോകുന്നത്. ഒന്നും ഇല്ലായ്മയിൽ നിന്നും വെറും സൈക്കിൾ മാത്രമായിട്ട് ജീവിച്ചുകൊണ്ടിരുന്ന ആൾക്കാർ അവരിത്രയും ഒരു വലിയ രീതിയിലേക്ക് മാറ്റപ്പെട്ടതിൻ്റെ. ഞാനതുപോലെ വേറൊരിക്കലും ഇങ്ങനെ ഒരു ചൈനീസ് സിറ്റിയിൽ, വലിയ സിറ്റിയാണ്, ഞാനിങ്ങനെ പോയി താമസിച്ചു. അപ്പോൾ ഞാനൊരു അപ്പാർട്ട്മെൻറ്റിലാണ്, സർവീസ് അപ്പാർട്ട്മെൻറ്റാണ്, എല്ലാ സൗകര്യങ്ങളും ഉള്ള ഒരു സർവീസ് അപ്പാർട്ട്മെൻറ്റാണ്. അപ്പോൾ ഞാനിങ്ങനെ വൈകുന്നേരം ഇങ്ങനെ ചുമ്മാ നടക്കാനിറങ്ങി. അപ്പോൾ അവിടെ മുഴുവൻ നോക്കുന്നിടത്ത് മുഴുവനും നമ്മൾ ഈ വില്ലാസൊക്കെ വെച്ചിട്ടിരിക്കുന്ന പോലെയാണ്, 100 കണക്കിന് ഫ്ലാറ്റുകൾ. എന്ന് പറഞ്ഞാൽ അതൊന്നും നമുക്ക് ഈ പറഞ്ഞാൽ മനസ്സിലാവില്ല, കണ്ടാലേ മനസ്സിലാവുള്ളൂ. 100 കണക്കിന് ഫ്ലാറ്റുകൾ. അപ്പോൾ ഞാൻ ഈ ഫ്ലാറ്റുകളുടെ ഇടയിലൂടെ ഇങ്ങനെ നടന്ന് ഇടയ്ക്ക് ഭയങ്കര ഈ ഫ്ലാറ്റ് അല്ലാത്തടത്തെല്ലാം നടക്കാനുള്ള സംഭവം അങ്ങനെയൊക്കെ ചെയ്തിട്ടേക്കാണ്. അതിലൂടെ ഇങ്ങനെ ഒരു 1/4 മണിക്കൂർ നടന്ന് എടുത്ത് നല്ല പാട്ട് കേൾക്കാം. അപ്പോൾ ഒരു ഫ്ലാറ്റിൻ്റെ മറവിൽ നിന്ന് ഞാൻ ഈ പാട്ട് കേൾക്കുന്ന അടുത്തോട്ട് ചെന്നപ്പോൾ ഞാൻ കണ്ടൊരു കാര്യം, ഒരു 10,500 സ്ത്രീകളും പുരുഷന്മാരും ഒരു വലിയ ഫീൽഡിൽ നിന്ന് ലൗഡ് സ്പീക്കറിലൂടെ അവർ സംഗീതം വരുന്ന ആ സംഗീതത്തിനനുസരിച്ച് അവർ എക്സസൈസ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഞാനിങ്ങനെ അടുത്തോടെ പോകുമ്പോഴത്തേക്കും പല സ്ത്രീകളും പുരുഷന്മാരും ഒക്കെ വേർത്തൊക്കെ ഒഴുകുന്നുണ്ട്. പക്ഷേ ഞാൻ പോകുന്നൊന്നും ആരും കാണുന്നില്ല. അവർ കംപ്ലീറ്റ് ആ മ്യൂസിക്കിൽ കോൺസെൻട്രേറ്റ് ചെയ്ത് അത്രയും ജനങ്ങൾ എക്സസൈസ് ചെയ്യുകയാണ്. അപ്പോൾ നമ്മുടെ ഇവിടെ ഏറ്റവും കൂടുതൽ ഈ പറഞ്ഞാൽ എക്സസൈസ് ചെയ്യാത്തതുകൊണ്ട് ഉണ്ടാകുന്ന രോഗങ്ങളൊക്കെ വന്നപ്പോൾ ഞാൻ ആലോചിച്ചു, ഒരു മ്യൂസിക്കും ആസ്വദിക്കുന്നു. എനിക്ക് തോന്നുന്നു രാത്രി ഏതാണ്ട് ഒരു 8 മണിയോട് സമയമാണ്. 8 മണി സമയത്ത് അവർ TV കണ്ടുകൊണ്ടിരിക്കുകയല്ല, അവരെല്ലാം വന്നിട്ട് എക്സസൈസ് ചെയ്യുന്നു. അതിനിടെ കുറച്ച് പിള്ളേർ മാറിയിരുന്ന് കളിക്കുന്നവരുണ്ട്, ഇവരുടെയൊക്കെ ഈ എക്സസൈസ് ചെയ്യുന്നവരുടെ ആയിരിക്കും. പല ഫ്ലാറ്റിൽ നിന്ന് ഇറങ്ങി വന്നിട്ടുള്ളവരാണെന്ന് ഉറപ്പാണ്. ഞാൻ എൻ്റെ ഒരു അനുഭവം പറഞ്ഞതാണ്. അപ്പോൾ ഇങ്ങനെയൊക്കെ ഫെസിലിറ്റി ഉണ്ടാക്കി കൊടുക്കുന്നത് ദേ ആർ ബിൽഡിങ് ചൈനയെ നിർമ്മിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ നിങ്ങൾ കുറേ പേര് വന്ന് യു ഹാവ് ടു ബിൽഡ് ഇന്ത്യ ഓർ യു ഹാവ് ടു ബിൽഡ് കേരള. ഇനിയും നമുക്ക് ഒരുപാട് സാധ്യത നോക്കുമ്പോഴത്തേക്കും പണ്ടത്തെ ചൈനയുടെ അവസരങ്ങൾ, ഒന്നുമില്ലാത്ത ചൈനയുടെ അവസരങ്ങൾ ഞാൻ രാജവാഴ്ച കാലത്ത് മിക്കവാറും എല്ലാ രാജവാഴ്ച കാലങ്ങളും ഇങ്ങനെ മനസ്സിലൂടെ കടന്നു പോകും. എനിക്ക് തോന്നുന്നു നമ്മുടെ ഭാരതത്തിൻ്റെ ഹിസ്റ്ററി അശോക മുതൽ ഇങ്ങോട്ടുള്ളത് നമ്മൾ നോക്കുമ്പോൾ അതിനെ കഴിഞ്ഞ് കുറച്ചുകൂടെ വിവിഡായിട്ട് എനിക്ക്, കാരണം MA ക്ക് എഴുതുമ്പോൾ ഇത് എഴുതണമല്ലോ. അപ്പോൾ അതുകൊണ്ട് അവരുടെ രാജഭരണത്തിൻ്റെ ഓരോ കാലങ്ങളും അവരുടെ എവിടെയൊക്കെ ആയിരുന്നു അതൊക്കെ ഇതാക്കുന്നതൊക്കെ വളരെ വ്യക്തമായിട്ട് മനസ്സിലുണ്ട്. ഫോർബിഡൻ സിറ്റി ഒരിക്കൽ ഞാൻ കാണാൻ പോയി. ഫോർബിഡൻ സിറ്റി എന്ന് പറഞ്ഞാൽ റോയൽ ഫാമിലി അല്ലാത്ത ആർക്കും അതിനകത്ത് കയറാൻ പറ്റില്ല, ഫോർബിഡൻ ആണ്. ആ ഫോർബിഡൻ സിറ്റി ബീജിങ്ങിൽ ഫോർബിഡൻ സിറ്റി അത് മുഴുവനും ഇന്ന് ഗവൺമെൻറ്റിൻ്റെയാണ്. അവിടെ ഒരൊറ്റ രാജാക്കന്മാർ പോലും ഇല്ല. അപ്പോൾ അതിലൂടെ ഇങ്ങനെ പോകുമ്പോഴത്തേക്കും ലാസ്റ്റ് എംപറർ എന്ന് പറയുന്ന ചൈനീസ് മൂവി കണ്ടത് ഞാൻ അവിടുന്ന്. അവിടുത്തെ പൂയി രാജാവിൻ്റെ ലാസ്റ്റ്
അദ്ദേഹത്തിൽ നിന്നാണ് അധികാരം ഒഴിഞ്ഞും കൊണ്ട് മാറുന്നത്. അപ്പോൾ അദ്ദേഹം ജയിലിൽ കിടന്നിട്ട് ജയിൽ മോചിതനായി അദ്ദേഹത്തിൻ്റെ കൊട്ടാരത്തിലേക്കൊരു വരവുണ്ട്. കൊട്ടാരത്തിലേക്ക് വരുമ്പോൾ ഒരു കൊച്ചു കുട്ടി ചോദിക്കുകയാണ്, നിങ്ങൾ ആരാണ്? അപ്പോൾ എംപറർ ആണെന്ന് പറയുക. ക്യാൻ യു പ്രൂവ് ഇറ്റ് എന്നാ കുട്ടി ചോദിക്കുന്ന, ഒരു 5 വയസ്സുകാരൻ കുട്ടി ചോദിക്കുന്ന ഒരു സംഭവമുണ്ട്. അപ്പോൾ ശരിക്കും പറഞ്ഞാൽ അയാളുടെ കൊട്ടാരം തന്നെയായിരുന്നു, പക്ഷേ അയാൾക്ക് അവിടെ ഫോർബിഡൻ, ഇന്ന് രാജാക്കന്മാർക്ക് അവിടെ കയറാൻ പറ്റത്തില്ല. നമുക്കിതുപോലെ ചെന്ന് വിദേശികൾക്കൊക്കെ കാണാനായിട്ട് സൗകര്യമൊക്കെ ചെയ്തിട്ടേക്കാണ്. ചൈനയിൽ നിന്ന് രാജവാഴ്ച മുഴുവനും നഷ്ടപ്പെട്ടു പോയി. ദാരിദ്ര്യത്തിൽ സൈക്കിൾ മാത്രം ഉപയോഗിച്ചുകൊണ്ട്, സർക്കാർ പറയുന്ന ജോലി മാത്രം ചെയ്തുകൊണ്ട്, റേഷൻ മാത്രം വാങ്ങിച്ചുകൊണ്ട് എല്ലാവരും തുല്യരായി. എല്ലാവരും, എവരിബഡി. ചൈനയിൽ പിന്നെ ഓഫ് കോഴ്സ് ആർമി ഓഫീസേഴ്സൊക്കെ ചിലപ്പം കുറച്ചുകൂടി താഴെ, പക്ഷേ അല്ലാത്ത എല്ലാവരും തുല്യരാക്കിയതിന് ശേഷം അവിടെ നിന്ന് പിന്നെ കഴിവുകൊണ്ട് 80കൾക്ക് ശേഷം ഇവരെ ഉയരാൻ തുടങ്ങിയതാണ്. അപ്പോൾ അവിടെ ഉയർന്നു കഴിഞ്ഞപ്പോഴും ഈ ഉയർച്ചയും താഴ്ചയുണ്ട്. കഴിവുള്ളവരെ സംബന്ധിച്ചിടത്തോളം വലിയ നിലയിലേക്ക് പോകും. അപ്പോൾ ഷാൻഹായി ഒക്കെ കണ്ടു കഴിഞ്ഞാൽ നമുക്ക് US പല സിറ്റിയും അതിൻ്റെ അടുത്തെത്തൂല, അത്ര ഭംഗിയായിട്ടാണ് നിർമ്മിച്ചിട്ടേക്കുന്നത്. അപ്പോൾ എന്തായാലും നമ്മൾ ചൈന കാണണം. അതിനൊക്കെ ഉപരിയായിട്ട് ഞാനിപ്പോൾ ഈ പറഞ്ഞ ഇതേപോലെ, അപ്പോൾ ഇദ്ദേഹം തെറ്റ് ചെയ്തോ ഇദ്ദേഹത്തെക്കുറിച്ച് വ്യക്തിപരമായിട്ടുള്ളതല്ല. നമ്മൾ സ്വത്തുണ്ടാക്കിയാൽ അത് പിന്നെ രാജ്യത്തിൻ്റെതാണ്. സ്വത്ത് രാജ്യത്തിൻ്റെയാണ്. ഇപ്പോൾ ലൗലൂഹിങ് സ്വത്തുണ്ടാക്കി കഴിഞ്ഞാൽ അദ്ദേഹം ഇത് കഴിച്ചുകൊണ്ട് പോകാൻ പറ്റത്തില്ല. ഇപ്പോൾ അത് ഏത് രക്തം വാങ്ങിച്ചു കഴിഞ്ഞാൽ ഒരു കുഞ്ഞു രക്തം പോലും, ഒരു മുട്ടുപിന്ന് പോലും നമുക്കിവിടെ ഈ ഭൂലോകത്ത് നിന്ന് കൊണ്ടുപോകാൻ പറ്റത്തില്ല. നമ്മുടെ ബോഡി ഇല്ലാതാവുകയുള്ളൂ, നമ്മളാണ് ഇല്ലാതാകുന്നത്. അപ്പോൾ അതെല്ലാം ഇവിടെ നമ്മൾ കൊടുത്തിട്ടാണ് പോകുന്നത്. സമ്പാദ്യം, നിങ്ങളുണ്ടാക്കുന്ന മുഴുവൻ സമ്പാദ്യവും നിങ്ങൾ ഈ രാജ്യത്തിന് നിങ്ങളുടെ മക്കൾക്ക് വേണ്ടി കോൺട്രിബ്യൂട്ട് ചെയ്തിട്ട്, ഇല്ലേ നമ്മുടെ പുറകെ വരുന്ന ആൾക്കാർക്ക് വേണ്ടി മുഴുവനും കൊടുത്തിട്ടാണ്. അപ്പോൾ ഒന്നും ഇല്ലാതെയല്ല കൊടുക്കേണ്ടത്. നിങ്ങൾ വലിയ ഇൻഹെറിറ്റൻസ് തന്നെ നിങ്ങൾ അനുഭവിച്ചിട്ട് ഒരുപാട് പേർക്ക് നന്മ ചെയ്ത് വേണം നമുക്ക് ഈ ലോകത്ത് പോകാൻ. അപ്പോൾ ഈ ഇദ്ദേഹത്തിൻ്റെ ജോസഫ് ലൗമുവിൻ്റെ ഒരു പാഠം നിങ്ങൾക്ക്, അപ്പോൾ അതിനകത്ത് അയാൾ ഒരു ചെറിയ തെറ്റ് ചെയ്തതിൻ്റെ പേരിൽ അൺപോപ്പുലർ ആകുന്നു എന്നുള്ളൊരു സംഭവം കൂടെ എനിക്ക് പറയാനായിട്ടുണ്ട്. ഓൾ ദി ബെസ്റ്റ്.